ഹായ് ഓൾ. ഇനി നമ്മൾ നോക്കുന്നത് സിക്സ്ത് മോഡ്യൂളാണ്. സിക്സ്ത് മോഡ്യൂൾ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. 1 to 5 മോഡ്യൂൾസ് വരെ നമുക്ക് ഡിസൈൻ പോർഷൻസ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ സിക്സ്ത് മോഡ്യൂൾ എന്ന് പറയുന്നത് അനാലിസിസ് പാർട്ട് മാത്രമാണ്. അതിനകത്ത് ഡിസൈൻ പോർഷൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോർഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിക്സ്ത് മോഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ആണ്. ഓക്കെ, ഈ പ്രീ സ്ട്രെസ്സിങ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പം പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിൻ്റെ ഒരു ഡിസൈൻ കോൺസെപ്റ്റ് എന്താണ്, അതിനകത്ത് ഓരോ സാധനങ്ങളെയും അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനകത്ത് എന്തൊക്കെ നമുക്ക് എറേഴ്സുകൾ വരാം അല്ലെങ്കിൽ ലോസസ് വരാം. പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രെസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെ ടൈപ്പിലുള്ള ലോസസുകൾ വരാം എന്നുള്ള കാര്യങ്ങളാണ് ഈ സിക്സ്ത് മോഡ്യൂളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം a pre-stressed concrete structure is different from the conventional concrete structure due to the application of an initial load on the structure prior to its use. അപ്പോൾ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോൺക്രീറ്റ് ക്യൂബ് അല്ലെങ്കിൽ കോൺക്രീറ്റ് സ്ലാബ് കാസ്റ്റ് ചെയ്ത് അതിന് മുന്നേ തന്നെ അതിനകത്ത് എന്ത് അപ്ലൈ ചെയ്യും, അതിനകത്തൊരു സ്ട്രെസ് അപ്ലൈ ചെയ്യും. ആ സ്ട്രെസ് ആയിരിക്കും പിന്നീട് ആ ഒരു കോൺക്രീറ്റ് സ്ലാബോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ബീമോ അതിൻ്റെ സർവീസ് ആക്ഷനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സർവീസിങ്ങിലേക്ക് വരുമ്പോൾ അതിനകത്ത് വരുന്ന എക്സ്റ്റേണൽ ലോഡിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് പറയുന്നത്, ഒരു കോൺക്രീറ്റ് ക്യൂബോ ഒരു കോൺക്രീറ്റ് സ്ലാബോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു സ്ലാബ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു റൂഫായിട്ട് അപ്ലൈ ചെയ്യും. സോ അവിടെ എന്ത് വരും, സർവീസ് ലോഡ് വരും. അതായത് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ പലതരത്തിലുള്ള ലോഡ്സുകളും വരാം. ആ ലോഡിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഇത് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനകത്തൊരു ഇനീഷ്യൽ സ്ട്രെസ് അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. ആ ഒരു സ്ട്രെസ്സിൻ്റെ ആക്ഷൻ മുഖേന ആ ഒരു സ്ട്രെസ് കൗണ്ടറാക്ട് ചെയ്യുന്നത് കാരണമായിരിക്കും ഈ എക്സ്റ്റേണലായിട്ട് ആക്ട് ചെയ്യുന്ന സർവീസ് ലോഡിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. സോ ആ ഒരു കോൺസെപ്റ്റാണ് പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുന്നത്. The initial load or pre-stress is applied to enable the structure to counteract the stresses arising during the service period. അപ്പോൾ അത് ഒരു 50 വർഷം അല്ലെങ്കിൽ എത്രയാണ്, ഒരു 30 വർഷത്തേക്കൊക്കെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ലൈഫ് ടൈമിൽ ബാക്കി വരുന്ന ഏത് ലൈവ് ലോഡ് ആണെങ്കിലും ആ ലൈവ് ലോഡിനെ മൊത്തം റെസിസ്റ്റ് ചെയ്യുന്നത് ഇതിനകത്ത് ഇനീഷ്യലി ആക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇനീഷ്യലി പ്രൊവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പ്രീ സ്ട്രെസ് മുഖേന ആയിരിക്കും. അപ്പം ഒരു കോൺക്രീറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് ആ ഒരു സമയം തൊട്ട് ഈ ഒരു പ്രീ സ്ട്രെസ്സിങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നിലനിൽപ്പുണ്ട്. പക്ഷേ അത് കോൺക്രീറ്റ് സ്ട്രക്ചറിനകത്തേക്ക് വരുന്നത് പിന്നീടാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയ ചെറിയ മോഡൽസുകൾ നമുക്ക് നമ്മുടെ ചുറ്റും എക്സിസ്റ്റിംഗ് ആയിരുന്നു. ഓക്കെ, അതിൻ്റെ കാര്യമാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പിന്നീട് പറയുന്നത്. ദ കോൺസെപ്റ്റ് ക്യാൻ ബി ക്ലിയർലി അണ്ടർസ്റ്റുഡ് ബൈ ദി എക്സാമ്പിൾസ് ഓഫ് ബാരൽ. അപ്പോൾ ഈ ഒരു പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കോൺക്രീറ്റിനകത്തേക്ക് വരുന്നതിന് മുന്നേ എവിടെയാണ് ആപ്ലിക്കബിൾ ആയിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. എ ബാരൽ യൂസ്ഡ് ഇൻ ഓൾഡൻ പീരീഡ്സ് ടു ട്രാൻസ്പോർട്ട് ലിക്വിഡ് ആൻഡ് ഗ്രെയിൻസ് ആർ ടൈറ്റ്ലി ബൗണ്ട് ബൈ ദി മെറ്റൽ ബാൻഡ്സ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. അതായത് ഗ്രെയിൻസ്, വാട്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ബാരൽസ് യൂസ് ചെയ്തിട്ടുണ്ടല്ലേ. സോ ബാരൽസിൻ്റെ ചുറ്റും എന്തിട്ടുണ്ട്, മെറ്റൽ സ്ട്രാൻഡ്സ് വെച്ചിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ടൈറ്റ്ലി പാക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, these metal bands are fitted so tightly that can create a hoop compression around the barrels. അപ്പം ഇതൊരു സർക്കുലാർ ആണ്. അപ്പം ആ ഒരു സർക്കുലാർ ഷേപ്പിന് ചുറ്റുമായിട്ട് ഇങ്ങനെ മെറ്റൽ സ്ട്രാൻഡ്സ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മെറ്റൽ എന്ത് ചെയ്യും, ഒരു കംപ്രഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കംപ്രഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ബാരലിനകത്തേക്ക് ഒരു കംപ്രഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിവിടെ കാണിച്ചിട്ടുണ്ട്. കംപ്രഷൻ ഈ ഒരു ബാരലിനകത്തേക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ മെറ്റൽ സ്ട്രാൻഡ്സ് കാണിച്ചിട്ടുണ്ട്, വുഡൻ സ്റ്റേവും കാണിച്ചിട്ടുണ്ട്. സോ ആ ഒരു കംപ്രഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഇതേപോലെ തന്നെ ഇതൊരു സർക്കുലാർ ഷേപ്പിലായതുകൊണ്ട് അത് എന്ത് കംപ്രഷനുമാണ്, ഹൂപ്പ് കംപ്രഷനും ആണ്. വെൻ ദിസ് ബാരൽ ഈസ് ഫിൽഡ് വിത്ത് ലിക്വിഡ് ഇറ്റ് എക്സേർട്ട് ഹൂപ്പ് ടെൻഷൻ. അപ്പം ഇതിനകത്ത് നമ്മളിപ്പം എന്തെങ്കിലും വാട്ടറോ അല്ലെങ്കിൽ ഗ്രെയിൻസോ അങ്ങനെയുള്ള സാധനം നമ്മൾ ടൈറ്റ്ലി പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന വസ്തു ഏതാണോ ആ വസ്തുവിൽ ഒരു ടെൻഷൻ പ്രൊവൈഡ് ചെയ്യും.
എങ്ങോട്ടേക്ക്? ഈ ഡയറക്ഷനിലേക്ക് പറയാം. ഇതാ, ഇപ്പോൾ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന സാധനം ടെൻഷൻ പ്രൊവൈഡ് ചെയ്യും, പുറത്തുനിന്ന് എന്തുണ്ടാവും? കംപ്രഷൻ ഉണ്ടാവും. സോ ഇത് പരസ്പരം കൗണ്ടറാക്ട് ചെയ്യുമ്പോഴാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ അത് ഹൂപ്പ് ടെൻഷൻ എക്സേർട്ട് ചെയ്യും. ദ ഹൂപ്പ് കംപ്രഷൻ ദാറ്റ് ഇസ് ക്രിയേറ്റഡ് ബൈ ദ മെറ്റൽ ബാൻഡ്സ് ഹെൽപ്പ് ടു കൗണ്ടറാക്ട് ദ ഹൂപ്പ് ടെൻഷൻ ക്രിയേറ്റഡ് ബൈ ദ ഫ്ലൂയിഡ് വിത്തിൻ. ദിസ് ഈസ് ദ പ്രീ സ്ട്രെസ്സിങ് സിസ്റ്റം. ഇതാണ് പ്രീ സ്ട്രെസ്സിങ് സിസ്റ്റം. അതായത് അതിൻ്റെ പുറത്തുള്ള ആ ഒരു മെറ്റൽ സ്ട്രാൻഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കംപ്രഷനും അകത്ത് ഫില്ല് ചെയ്യുന്ന ലിക്വിഡ് എന്താണെങ്കിലും അത് പുറത്തേക്ക് കൊടുക്കുന്ന അത് എക്സേർട്ട് ചെയ്യുന്ന ടെൻഷനും, ഈ രണ്ടും പരസ്പരം ആക്ട് ചെയ്തിട്ടാണ് ആ ഒരു ബാരൽ എന്ത് ചെയ്യുന്നത്? സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. ഇതാണ് പ്രീ സ്ട്രെസ്സിങ് സിസ്റ്റം. അതാണ് പറയുന്നത് പ്രീ സ്ട്രെസ്സിങ് സിസ്റ്റം നമ്മൾ കോൺക്രീറ്റ് ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എക്സിസ്റ്റിംഗ് ആയിരുന്നു. ഓക്കെ, ഇത് അതിൻ്റെ ഫിഗറാണ്. Okay, similarly, the effective internal stresses are induced in the concrete by means of a tensioned steel bars before the concrete structure is subjected to any service load. This stress counteract with external stresses. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ബാരലിൻ്റെ കേസ് ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഇനിഷ്യലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു കോൺക്രീറ്റിനകത്തേക്ക് ഇനിഷ്യൽ സ്ട്രെസ്സ് കൊടുക്കും. ആ ഒരു സ്ട്രെസ്സ് കൊടുക്കുന്നത് എന്ത് കാരണമാണ്? നമുക്ക് എപ്പോഴും ഈ സ്ട്രെസ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് റീഇൻഫോഴ്സിങ് പ്രൊവൈഡ് ചെയ്യുന്ന ബാർസ് ഉണ്ട് അല്ലേ? ആ മെറ്റൽ വെച്ചിട്ടായിരിക്കും. റീഇൻഫോഴ്സിങ് ബാർസ് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം അതിനകത്തൂടെ നമ്മൾ എന്ത് ചെയ്യും? ഇനിഷ്യൽ സ്ട്രെസ്സ് പ്രൊവൈഡ് ചെയ്യും. ആ ബാർ കൊടുക്കുന്ന ഇനിഷ്യൽ സ്ട്രെസ്സ് ആണ് കൗണ്ടറാക്ട് ചെയ്യുന്നത്. ആരെ കൗണ്ടറാക്ട് ചെയ്യുന്നത്? ഇത് ഒന്നുകിൽ സ്ലാബ് ആയിരിക്കാം, അല്ലെങ്കിൽ ബീം ആയിരിക്കാം. ആ ബീമിനകത്തേക്ക് വരുന്ന ലൈവ് ലോഡിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രൊവൈഡ് ചെയ്യുന്ന ഇനീഷ്യലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇനീഷ്യൽ സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ പ്രീ സ്ട്രെസ്സിങ് കോൺക്രീറ്റ് എന്ന് പറയുന്നൊരു സാധാരണ രീതിയിൽ സ്ലാബ് ക്രിയേറ്റ് ചെയ്താൽ പോലെ, സാധാരണ രീതിയിൽ ഒരു ബീം ക്രിയേറ്റ് ചെയ്താൽ പോലെ, പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് പ്രീ സ്ട്രെസ്സിങ് കോൺക്രീറ്റിന് ഒരു കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ റീസണാണ് പറയുന്നത്. കോൺക്രീറ്റ് ഈസ് വീക്ക് ഇൻ ടെൻഷൻ ആൻഡ് സ്ട്രോങ് ഇൻ കംപ്രഷൻ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ടെൻഷനെ എടുക്കാൻ കോൺക്രീറ്റിന് കഴിയില്ല, പക്ഷെ കംപ്രഷൻ എടുക്കാനായിട്ട് പറ്റും. ദിസ് ഈസ് വീക്ക് പോയിന്റ് ഓഫ് കോൺക്രീറ്റ് ദാറ്റ് റിസൾട്ട് ഇൻ എയർലി ഫ്ലെക്ചറൽ ക്രാക്സ് മെയിൻലി ഇൻ ഫ്ലെക്ചറൽ മെമ്പേഴ്സ് ലൈക്സ് ബീം സ്ലാബ്സ്. ഓക്കെ, ബീമിലും സ്ലാബും ഇങ്ങനെയുള്ള മെമ്പേഴ്സുകളെല്ലാം ഫ്ലെക്ചറൽ മെമ്പേഴ്സാണ്. അപ്പം നമ്മളിപ്പോൾ കോൺക്രീറ്റ് മാത്രം വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റെസിസ്റ്റ് ചെയ്ത് നിർത്തൂല. കാരണം ടെൻഷൻ എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടല്ലോ. അപ്പോൾ ടെൻഷൻ എന്ന് വരുന്ന സമയത്ത് അത് കോൺക്രീറ്റിന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതെന്തായാലും തീർച്ചയായിട്ടും അതെന്തായിപ്പോവും? ഫെയിലായിപ്പോവും. ഓക്കെ, to prevent this, the concrete is induced with a compressive stress deliberately pre-stressing. This stress is counteracted with the tensile stress the structure is subjected to during service condition. Hence, the chance to flexural crack is reduced. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ബീമോ അല്ലെങ്കിൽ സ്ലാബോ ഇതൊക്കെ ഫ്ലെക്ചറൽ ക്രാക്ക് പറ്റുന്ന സാധനം, ഫ്ലെക്ചറൽ മെമ്പേഴ്സ് ആണ്. ഓക്കെ, ഈ ഫ്ലെക്ചറൽ ക്രാക്സ് അപ്പം കൂടുതൽ സംഭവിക്കാനുള്ള ചാൻസും ഇതിനുണ്ട്. സോ ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൺക്രീറ്റിൻ്റെ കൂടെ ഈ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടെ യൂസ് ചെയ്യുന്നു. അപ്പം ഈ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുന്ന പ്രീ സ്ട്രെസ്സിങ് കോൺക്രീറ്റ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ സ്ട്രക്ചറൽ മെമ്പേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുന്നേ ഇനീഷ്യൽ സ്ട്രെസ് ഇതിന് കൊടുക്കും. ഇനീഷ്യൽ സ്ട്രെസ് കൊടുക്കുന്നത് ത്രൂ ഏത് വഴിയിട്ടായിരിക്കും? റീഇൻഫോഴ്സിങ് ബാർ പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും. സോ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലായിട്ട് കൊടുക്കുന്ന ഈ സ്ട്രെസ് ആയിരിക്കും പിന്നീട് ഈ ഒരു ബീമിനകത്തും സ്ലാബിനകത്തും എന്ത് ലോഡ് വന്നാലും ആ ലോഡിനെ റെസിസ്റ്റ് ചെയ്ത് നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്ലെക്ചറൽ ക്രാക്കിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട്. ഇവിടെ ഫ്ലെക്ചറൽ ക്രാക്കിൻ്റെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ക്രാക്ക് സംഭവിക്കുന്നത് നമുക്ക് പ്രീ സ്ട്രെസ്സിങ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുറയ്ക്കാനായിട്ട് പറ്റും. കാരണം ഫ്ലെക്ചറൽ ക്രാക്സിന് പ്രയറായിട്ടുള്ള മെമ്പേഴ്സാണ് സ്ലാബും ബീമും എന്നൊക്കെ പറയുന്നത്. The pre-compression that is induced as a part of pre-stressing to help the enhancing the bending capacity, shear capacity and torsional capacity of the flexural members. അപ്പോൾ ഫ്ലെക്ചറൽ മെമ്പേഴ്സിൻ്റെ ബെൻഡിങ് കപ്പാസിറ്റി
അതേപോലെ തന്നെ ഷിയർ കപ്പാസിറ്റി ആൻഡ് ടോർഷണൽ കപ്പാസിറ്റി ഒക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ് പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുന്നത്. ദ കംപ്രസീവ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ക്യാൻ ബി അപ്ലൈഡ് കോൺസെൻട്രിക്കലി ഓർ എക്സെൻട്രിക്കലി ഇൻ ദ ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷൻ ഓഫ് ദി മെമ്പർ. ദിസ് പ്രിവെൻറ്റ് ദി ക്രാക്ക് അറ്റ് ദ ക്രിട്ടിക്കൽ മിഡ് സ്പാൻ ആൻഡ് സപ്പോർട്ട്സ് അറ്റ് ദ സർവീസ് ലോഡ്. അപ്പം നമ്മൾ ഈ ഒരു പ്രീ സ്ട്രെസ്സിങ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു മെമ്പറിൻ്റെ ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷനിൽ ഒന്നുകിൽ അതിൻ്റെ സെൻറ്ററിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ എക്സെൻട്രിസിറ്റിയിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കോൺക്രീറ്റ് ബീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് അതിൻ്റെ ക്രോസ് സെക്ഷനാണ്. സോ ഇപ്പോൾ ഇത് അതിൻ്റെ സെൻറ്ററാണ്. ഒന്നുകിൽ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ട് അവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് ഒരു എക്സെൻട്രിസിറ്റിയിലാണ്. അപ്പം ഈ ഒരു സെൻറ്ററിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് മാറി, ആ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് എക്സെൻട്രിസിറ്റി എന്ന്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പ്രീ സ്ട്രെസ്സിങ് കൊടുക്കുന്നത്. സോ ഇങ്ങനെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിഡ് സ്പാനിൽ വരുന്ന ക്രാക്ക്, അതേപോലെ തന്നെ സർവീസിലോട് വരുമ്പോൾ സപ്പോർട്ടിലുണ്ടാകുന്ന ക്രാക്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് പറയുന്നത് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് സെക്ഷൻ ബിഹേവ്സ് ഇലാസ്റ്റിക്കലി. അതെന്താണ്? അതിനകത്ത് ഓൾറെഡി ടെൻഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രീ ടെൻഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രീ കംപ്രഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രണ്ടും ഉണ്ടെങ്കിൽ പോലും അതെന്താണ്? ടെൻഷൻ റെസിസ്റ്റ് ആണ്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. നമ്മൾ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. ദ പ്രീ സ്ട്രെസ്സിങ് കോൺക്രീറ്റ് ബൈ യൂസിങ് ഹൈ ടെൻസൈൽ സ്റ്റീൽ ഇംപ്രൂവ് ദി എഫിഷ്യൻസി ഓഫ് മെറ്റീരിയൽ. അതായത് നമുക്ക് സാധാരണ ക്വാളിറ്റി ഉള്ള എന്താണ് റീഇൻഫോഴ്സിങ് ബാർ സ്റ്റീൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഹൈ ടെൻസൈൽ ആയിട്ടുള്ള സ്റ്റീൽ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതെന്താണ്, കുറച്ചുകൂടെ എഫിഷ്യൻസി ആണ് നമുക്ക് കിട്ടുന്നത്. സോ അങ്ങനെ വരുമ്പം ഫുൾ സ്ട്രക്ചർ എന്തായിരിക്കും, കുറച്ച് നാളുകൂടെ എന്ത് ചെയ്യും, അതിൻ്റെ സർവീസിങ് നിലനിൽക്കും. ദ പ്രീ സ്ട്രെസ്സിങ് സിസ്റ്റം വർക്ക്സ് ഫോർ ദി സ്പാൻ ഗ്രേറ്റർ ദാൻ 35 മീറ്റർ. 35 മീറ്ററിന് എബോവായിട്ട് വരുന്ന സ്പാൻസിലെല്ലാം നമുക്കിത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. പ്രീ സ്ട്രെസ്സിങ് എൻഹാൻസ് ഷിയർ സ്ട്രെങ്ത് ആൻഡ് ഫറ്റീഗ് റെസിസ്റ്റൻസ് ഓഫ് ദി കോൺക്രീറ്റ്. അപ്പോൾ ഷിയർ സ്ട്രെങ്ത് ഉണ്ടാകും, അതേപോലെ തന്നെ ഫറ്റീഗ് റെസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഡെൻസ് കോൺക്രീറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ പ്രീ സ്ട്രെസ്സിങ് സിസ്റ്റം, ദസ് ഇംപ്രൂവിങ് ദ ഡ്യൂറബിലിറ്റി. അപ്പം ഇതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന കോൺക്രീറ്റിൻ്റെ ആ ഒരു ഗ്രൗട്ട്, ഓക്കെ, ആ കോൺക്രീറ്റ് ഗ്രൗട്ട് എന്ന് പറയുന്ന ഒരു ഡെൻസ്ലി പാക്ഡ്, അതായത് പ്രോപ്പർ പാക്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൗട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഡ്യൂറബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ബെസ്റ്റ് ചോയ്സ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് സ്ലീക്ക് ആൻഡ് സ്ലെൻഡർ സ്ട്രക്ചർ. അതായത് നമ്മൾ കുറച്ചുകൂടെ ലെങ്തി ആയിട്ട് വരുന്ന തിൻ ലെങ്തി സ്ട്രക്ചേഴ്സിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പ്രീ സ്ട്രെസ്സിങ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ ഡെഡ് ലോഡ് ഓഫ് ദ കോൺക്രീറ്റ് സ്ട്രക്ചർ. അപ്പോൾ കോൺക്രീറ്റ് സ്ട്രക്ചറിൻ്റെ സെൽഫ് വെയിറ്റ് കുറയ്ക്കാൻ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് പറ്റും. കാരണം നമുക്ക് യൂസ് ചെയ്യുന്ന കോൺക്രീറ്റ് മിക്സ് ഡെൻസ് ആണെങ്കിൽ പോലും എമൗണ്ട് എന്ന് പറയുന്നത് മറ്റേ നമ്മൾ സാധാരണ ഒരു സ്റ്റീൽ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും കുറവായിരിക്കും. പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് റിമൈൻസ് അൺക്രാക്ക്ഡ് ഈവൻ അറ്റ് സർവീസ് ലോഡ് കണ്ടീഷൻ വിച്ച് പ്രൂവ് ദി സ്ട്രക്ചറൽ എഫിഷ്യൻസി. ഓക്കെ, പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് സർവീസ് ലോഡ് വരുന്ന ആ ഒരു കോൺസെപ്റ്റിലും എന്താണ്, ഒരു ക്രാക്ക് ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. സോ അങ്ങനെ വരുമ്പോൾ സ്ട്രക്ചറൽ എഫിഷ്യൻസിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. കോമ്പോസിറ്റ് കൺസ്ട്രക്ഷൻ ബൈ യൂസിങ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് യൂണിറ്റ് ആൻഡ് കാസ്റ്റ് ഇൻ യൂണിറ്റ് സർവീസ് ഇസ് എക്കണോമിക്കൽ സ്ട്രക്ചർ. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോഴും അതായത് അറ്റ് ദ സൈറ്റിൽ കൊണ്ടുവന്നിട്ട് ഈ ഒരു സ്ട്രക്ചറിനെ കമ്പോസ് ചെയ്യുന്നതിനെക്കാട്ടിലും രണ്ടിൻ്റെയും കൂടെ മിക്സ്, അതായത് കോമ്പോസിഷൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കമ്പോസിഷൻ കൺസ്ട്രക്ഷൻ ബൈ യൂസിങ് ദ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് യൂണിറ്റും അതേപോലെ തന്നെ കാസ്റ്റ് ഇൻ യൂണിറ്റ് ഡിറൈവ്സ് ദി എക്കണോമിക്കൽ സ്ട്രക്ചർ. അതായത് പ്രീ സ്ട്രെസ്സിങ് ആവശ്യമുള്ള സ്ഥലത്ത് ആ മെമ്പേഴ്സിനെ കൊണ്ടുവന്ന് പ്രൊവൈഡ് ചെയ്യുക. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ സൈറ്റിൽ തന്നെ കൺസ്ട്രക്ട് ചെയ്യുക. അതായത് പ്രീ സ്ട്രെസ്സിങ് ഇപ്പം സ്ലാബ് ആണെങ്കിലും ബീം ആണെന്നുണ്ടെങ്കിലും ഓക്കെ, അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഓൾറെഡി പ്രീകാസ്റ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് യൂസ് ചെയ്യുക. ബാക്കിയുള്ളതെല്ലാം അതല്ലാതെ അങ്ങനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എക്കണോമിക്കൽ ആയിരിക്കും. അതല്ലാതെ സൈറ്റിൽ കൊണ്ടുവന്ന് പ്രീ സ്ട്രെസ്സിങ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് അൺഎക്കണോമിക്കൽ ആയിരിക്കും എന്നാണ് പറയുന്നത്.
ഇനി എന്താണ് ലിമിറ്റേഷൻസ് ഓഫ് പ്രീ സ്ട്രെസ്സിങ്? പ്രീ സ്ട്രെസ്സിങ് ഭയങ്കരമായിട്ടും യൂസ്ഫുൾ ആണ്, പക്ഷേ അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രീ സ്ട്രെസ്സിങ് നീഡ്സ് സ്കിൽഡ് ടെക്നോളജി, ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് എ കോമൺ ആസ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. സാധാരണ ഒരു സ്ലാബ് കൺസ്ട്രക്ട് ചെയ്യുന്നത് പോലെ റീഇൻഫോഴ്സിങ് ബാർ ഇടുന്നു, ഇത്ര സ്പേസിങ്ങിൽ ഇടുന്നു, അതിനകത്തേക്ക് കോൺക്രീറ്റ് പോർ ചെയ്യുന്നു. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. പക്ഷെ അങ്ങനെയുള്ളവരല്ല, സ്കിൽഡ് ലേബേഴ്സ് വേണം. സ്കിൽഡ് ലേബേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കൊടുക്കാം എങ്കിൽ മാത്രം സ്റ്റേബിളായിട്ട് നിൽക്കും. അപ്പം ആ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കൊടുക്കുന്നതും അതെല്ലാം കൊടുക്കുന്ന ഒരു പ്രഷർ ഗേജ് അങ്ങനെയുള്ള കാര്യങ്ങളും ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ ഇതിന് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ യൂസ് ഓഫ് ഹൈ സ്ട്രെങ്ത് മെറ്റീരിയൽസ് ഈസ് കോസ്റ്റ്ലി. അതായത് നേരത്തെ പറഞ്ഞു ഹൈ സ്ട്രെങ്ത് ഉള്ള സ്റ്റീൽ യൂസ് ചെയ്യണം. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് അതിൻ്റെയൊക്കെ കോസ്റ്റ് കൂടുതലാണ്. സോ അപ്പോൾ മൊത്തത്തിൽ അതെന്തായി പോകും, അൺഎക്കണോമിക്കലായി പോകും. ദർ ഇസ് എ അഡീഷണൽ കോസ്റ്റ് ഓഫ് ഓക്സിലറി എക്യുപ്മെൻറ്റ്സ്. അതായത് നമ്മൾ സാധാരണ ഒരു കോൺക്രീറ്റ് സ്ലാബോ ബീമോ കൺസ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ അതിനകത്തേക്ക് ഗ്രൗട്ട് ഇടണം, അത് ഫില്ല് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് സാധാരണ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് മതി. പക്ഷേ അതേ സമയത്ത് ഇതിനകത്താണെന്നുണ്ടെങ്കിൽ എക്യുപ്മെൻറ്റ്സിൻ്റെ എണ്ണം കൂടുതലാണ്. അതായത് പ്രഷർ, അതായത് നമ്മൾ കൊടുക്കുന്ന പ്രീ സ്ട്രെസ്സിങ്ങിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി, അതായത് ഇപ്പം 100 kN ആണെന്നുണ്ടെങ്കിൽ 100 kN വരാൻ പാടുള്ളൂ. സോ അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രോളിക് ജാക്ക് ഇങ്ങനെയുള്ള എക്സ്ട്രാ എക്യുപ്മെൻറ്റ്സ് ആയിട്ട് ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് ഇത് ഓക്സിലറി എക്യുപ്മെൻറ്റ്സിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് അത്ര ഈസി ആയിട്ട് പോകത്തില്ല. ദർ ഈസ് എ നീഡ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ. അതായത് ചുമ്മാ ഒരാൾ റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ അല്ലെങ്കിൽ ചുമ്മാ പ്രീ സ്ട്രെസ്സിങ് കൊടുത്തു, അതിൻ്റെ മുകളിൽ എന്താണ് ഗ്രൗട്ട് ഇട്ടു, ദെൻ അതിനെ റിലീസ് ചെയ്തു, അതൊന്നും ഒരാളുടെ അണ്ടറിൽ മാത്രമേ അത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു വർക്ക് ഏറ്റെടുത്ത് നടക്കുന്ന ഒരു മെയിൻ ഹെഡ് ഉണ്ടാകും. സോ അയാളുടെ സൂപ്പർവിഷനിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ ഇൻസ്പെക്ഷൻ മറ്റേതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ സ്ലാബ് ബീം കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ നോർമലി ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന, അപ്പോൾ ഒരു എന്താണ് എപ്പോഴെപ്പോഴും ഉള്ളൊരു ഇൻസ്പെക്ഷൻ്റെ ആവശ്യമില്ല. അത് ആവശ്യമുള്ള സമയത്ത് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ബാക്കിയുള്ളവരെല്ലാം അത്യാവശ്യം അറിയാവുന്ന. മറ്റേതെന്ന് പറയുന്നത് ഒരുപാട് കെയർ ആവശ്യമുള്ളതായതുകൊണ്ട് തന്നെ പ്രീ സ്ട്രെസ്സിങ് ആണെന്നുണ്ടെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ്റെ അണ്ടറിൽ മാത്രമേ നമുക്ക് ആ ഒരു കൺസ്ട്രക്ഷൻ പോസിബിൾ ആകത്തുള്ളൂ. ഇനി ഏതൊക്കെ ടൈപ്പുള്ള പ്രീ സ്ട്രെസ്സിങ് ഉണ്ട്? ഫസ്റ്റ് വൺ പ്രീ ടെൻഷനിങ്ങും ഉണ്ട്, പോസ്റ്റ് ടെൻഷനിങ്ങും ഉണ്ട്. പ്രീ ടെൻഷനിങ് ആണ് ഫസ്റ്റ് പറയുന്നത്. The stress is induced by initially tensioning the steel tendons. These are wires, strands that are tensioned between end anchorage. After this tensioning process, the concrete casting is performed. Once ഇത് ഒരുമിച്ച് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇത് ഫസ്റ്റ് ഫിഗർ ആണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫിഗർ ഇതാണെന്ന് അസ്യൂം ചെയ്യുക. ഇത് ഫുൾ ഫിഗർ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കോൺക്രീറ്റ്, ഇപ്പോൾ ബീമോ സ്ലാബോ ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഇനീഷ്യലി ഇത് കൊടുക്കും. അതായത് ആദ്യം ഇത് പ്രീ സ്ട്രെസ്സിങ് കൊടുക്കുന്ന വയേഴ്സാണ്. ഈ വയേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചെറിയ കോൺഡ്യൂട്ട് ഉണ്ടാകും. ചെറിയ ഒരു നമുക്ക് എക്സാമ്പിളായിട്ട് ഇപ്പോൾ പറയാൻ പറ്റുന്ന PVC പൈപ്പ് പോലെ ഒരു ചെറിയ കോൺഡ്യൂട്ട് ഉണ്ടാകും. ആ കോൺഡ്യൂട്ടിനകത്തൂടെ ആയിരിക്കും ഈ സ്ട്രാൻഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ ചെറിയ ഡയമീറ്റർ ഓഫ് ബാർസുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇലക്ട്രിക് വയേഴ്സ്, ഇൻസുലേഷൻ അകത്ത് ഇരിക്കുന്ന വയേഴ്സ് എന്താണ്, ചെറിയ വയേഴ്സുകൾ ഇങ്ങനെ പിരിച്ചു വെച്ചേക്കുകയല്ലേ. സോ അതേപോലെ തന്നെയാണ് ഇതും. ഓക്കെ, അപ്പം അത് ഈ കോൺഡ്യൂട്ടിനകത്തൂടെ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ കൊടുത്തിടും. അപ്പം അതിൻ്റെ എൻഡ്സുകൾ ഇങ്ങോട്ടേക്കും നിൽക്കും. സോ ഈ എൻഡുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ചിട്ട് എത്രയാണോ ഇതിന് ആവശ്യമായിട്ടുള്ള പ്രീ സ്ട്രെസ്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോഴ്സ് എന്ന് വെച്ചാൽ ആ ഫോഴ്സ് ആ ഹൈഡ്രോളിക് ജാക്കിനകത്തൂടെ ആ വയറിനെ പിടിച്ച് നമ്മൾ അതെന്ത് ചെയ്യും, ടെൻഷൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, രണ്ട് സൈഡിലേക്കും ഒന്നുകിൽ ഏതെങ്കിലും ഒരു സൈഡ് ഫിക്സ്ഡ് ആക്കി വെച്ചിട്ട് അതർ സൈഡ് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ സൈഡിലും പാരലായിട്ട് ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ചിട്ട് ഇതിനെ പുറത്തേക്ക് വലിക്കുക, അതാണ് ടെൻഷൻ കൊടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അത് കൊടുക്കുന്നു. അപ്പോൾ അതാണ് ഈ പ്രീ ടെൻഷനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഇതിനകത്തേക്കായിരിക്കും പിന്നെ എന്ത് ചെയ്യുന്നത്, കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കോൺക്രീറ്റ് ഇട്ടില്ല, ഇങ്ങനെ ഒരു കോൺഡ്യൂട്ട് ഇട്ട് ഈ കോൺഡ്യൂട്ടിനകത്തൂടെ ഈ പ്രീ സ്ട്രെസ്സിങ് കൊടുത്ത് അതിനുശേഷം എന്ത് ചെയ്യും, ഇതിനകത്തേക്ക് കോൺക്രീറ്റ് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്.
Once the casted concrete has hardened sufficiently and end anchorage arranged are released, this releasing transfer the pre-stressing force to the concrete. Okay. The bond between the concrete and the steel tendon facilitate this stress transfer. ഇപ്പം ഈ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോൺക്രീറ്റ് എപ്പോഴാണോ ഹാർഡ് ആവുന്നത്, ആ ഹാർഡ് ആവുന്ന സമയത്ത് ഇതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ആങ്കറേജ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിനെ റിലീസ് ചെയ്യും. റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് എന്ത് ചെയ്യും, ഈ സ്റ്റീൽ ബാറിനകത്തൂടെ കോൺക്രീറ്റിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊരു ട്രാൻസ്ഫറിൻ്റെ ഫലമായിട്ട് ഈ കോൺക്രീറ്റും സ്റ്റീൽ ഒരു ബോണ്ടിങ് ഉണ്ടാകും. ഈ ബോണ്ടിങ് ആണ് എപ്പോഴും ഒരു സർവീസ് ലോഡ് ഇതിനകത്തേക്ക് വരുമ്പോൾ കൗണ്ടറാക്ട് ചെയ്യുന്നത്. അതാണ് ആ ഫിഗർ കാണിച്ചേക്കുന്നത്. അപ്പോൾ ആ ഫിഗറിനകത്ത് പറയുന്നത് ദ ടെൻഡൻസ് ദാറ്റ് ആർ പ്രൊട്രൂഡിങ് അറ്റ് ദ എൻഡ്സ് ആർ കട്ട് ആൻഡ് ഫിനിഷ് ദ ലുക്ക് ഇസ് അച്ചീവ്ഡ്. അപ്പം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെൻഡൻസ് പുറത്തേക്ക് കിടക്കല്ലേ. അപ്പോൾ പുറത്തേക്ക് കിടക്കുന്നത് ചുമ്മാ അങ്ങനെ മെറ്റൽ വയേഴ്സ് ഇങ്ങനെ കിടക്കുകയാണ്. സോ അപ്പോൾ അതൊന്ന് ഫിനിഷ്ഡ് വെക്കാൻ വേണ്ടിയിട്ട് അതിനെ ജസ്റ്റ് അവിടെ പിടിച്ചങ്ങ് എന്ത് ചെയ്യും, ആങ്കറേജ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിടിച്ചങ്ങ് ഫിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള വയേഴ്സുകളെ നമ്മൾ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് കളയും. ഓക്കെ. ഇൻ ഓർഡർ ടു ഇൻഡ്യൂസ് ദ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് in the pre-tensioning method, the large number of tendons and wires are used. Pre-tensioning ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചെറിയ ചെറിയ വയേഴ്സുകൾ യൂസ് ചെയ്യണം. This arrangement hence demand a large area of surface contact to make the bond and stress transfer possible. അതായത് ഇങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് പരസ്പരമുള്ള ഒരു ബോണ്ടിങ് ഉണ്ടാകും. നമുക്ക് ഈ സ്ട്രെസ് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും, അതേപോലെ തന്നെ സർവീസ് ലോഡിനെ കൗണ്ടറാക്ട് ചെയ്യാനും പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പം ഇവിടെ കോൺക്രീറ്റ് ക്യൂബ് കാസ്റ്റ് ചെയ്തതിന് ശേഷം ഈ റിലീസ് ചെയ്യുമ്പോഴാണ് ഇങ്ങോട്ടേക്ക് നമ്മൾ പുറത്തേക്ക് വലിച്ചു വെച്ചിരുന്ന ഫോഴ്സ് ഇതിനുള്ളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കണ്ടിട്ടുണ്ട്. ഇതാണ്ട് ഇവിടെയാണ് കാസ്റ്റിംഗ് ചെയ്യുന്നത്. ആദ്യം വയേഴ്സ് പുറത്തേക്ക് ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ചിട്ട് പ്രീ ടെൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം കാസ്റ്റിംഗ് നടക്കുന്നു. അതായത് കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് കാസ്റ്റിംഗ് കംപ്ലീറ്റ് ആകുന്നു. ദെൻ അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യും, ടെൻഡൻ കട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന പ്രീ ടെൻഷൻ റിലീസ് ചെയ്യുന്നു. സോ അപ്പോൾ അതിനകത്തുനിന്ന് എന്ത് ചെയ്യും, ഫോഴ്സ് ഈ ഒരു കോൺക്രീറ്റ് കാസ്റ്റിങ്ങിനകത്തേക്ക് വരും. സോ അങ്ങനെ ഇത് കൗൺട്രാക്ട് ചെയ്തിട്ടാണ് എക്സ്റ്റേണൽ ലോഡിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് പോസ്റ്റ് ടെൻഷനിങ് ആണ്. പോസ്റ്റ് ടെൻഷനിങ്ങിനകത്ത് വരുമ്പോൾ ദ പ്രൊസീജിയർ ഇൻ പോസ്റ്റ് ടെൻഷനിങ് ഈസ് ഡെപ്പിക്റ്റഡ് ഇൻ ദ ഫിഗർ ബിലോ. അതിനകത്തൊരു ഫിഗർ കാണിച്ചിട്ടുണ്ട്, പറയാം. ഹിയർ ദ സ്റ്റീൽ ഈസ് പ്രീ സ്ട്രെസ്ഡ് only after the beam is cast, cured and attain the strength to take the pre-stress. Within the sheathing, the concrete is cast. For the passage of steel cable, ducts are formed in the concrete. അപ്പം ഈ ഒരു കേസിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബീം കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു ഡക്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ ഡക്റ്റിനകത്തൂടെ വയേഴ്സിനെ ഇട്ട് വെച്ചേക്കും. രണ്ട് സൈഡ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രീ സ്ട്രെസ്സിങ് യൂസ് ചെയ്യുന്ന കേബിളിനെ ഈ ഡക്റ്റിനകത്തേക്ക് ഇട്ട് വെക്കും. അതിനുശേഷം എന്ത് ചെയ്യും, കോൺക്രീറ്റ് ക്യൂബ് അങ്ങ് കാസ്റ്റ് ചെയ്യും. ഇവിടെ പ്രീ സ്ട്രെസ്സിങ് ആദ്യം കൊടുക്കൂല. കോൺക്രീറ്റ് ക്യൂബ് കാസ്റ്റ് ചെയ്ത് അത് അറ്റൈൻ സ്ട്രെങ്ത്, അതിൻ്റെ ഫുൾ സ്ട്രെങ്ത് എത്തിയതിന് ശേഷം, അതായത് നമ്മളൊരു പ്രീ സ്ട്രെസ്സിങ് കൊടുത്താൽ അതിനെ എടുക്കാൻ പറ്റുന്ന സ്ട്രെങ്തിലേക്ക് അത് എത്തിയതിന് ശേഷം, അത് ഫുള്ളി ഹാർഡൻ ആയതിന് ശേഷം ഇതിൻ്റെ രണ്ട് സൈഡിലൂടെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, ടെൻഷൻ പ്രൊവൈഡ് ചെയ്യും. മനസ്സിലായോ? ആ ടെൻഷൻ പ്രൊവൈഡ് ചെയ്യും, അതായത് പിടിച്ച് വലിച്ച് വെക്കുന്ന കേസ്. ഓക്കെ. അപ്പം ഇവിടെ കോൺക്രീറ്റ് ക്യൂബ് കാസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ പ്രീ ടെൻഷൻ ഫോഴ്സ് കൊടുത്തത്. സോ അതുകൊണ്ട് ഇതിനെ പറയുന്ന പേരാണ് പോസ്റ്റ് ടെൻഷനിങ്. അതായത് കോൺക്രീറ്റ് ക്യൂബ് കാസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ നമ്മൾ കോൺഡ്യൂട്ടിനകത്തൂടെ കൊടുത്ത സ്റ്റീൽ വയേഴ്സിനെ രണ്ട് സൈഡിലൂടെ എന്താണ്, ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ചിട്ട് പ്രീ സ്ട്രെസ്സിങ് കൊടുക്കുന്നു. അപ്പം ഇതെന്താണ്, പോസ്റ്റ് ടെൻഷനിങ്. അതായത് നമ്മുടെ സ്ലാബ് അല്ലെങ്കിൽ ക്യൂബ് കോൺക്രീറ്റിംഗ് ചെയ്തതിന് ശേഷം ടെൻഷൻ അപ്ലൈ ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് പോസ്റ്റ് ടെൻഷനിങ്. ഓക്കെ. വൺസ് ദ കാസ്റ്റഡ് അത് ഹാർഡ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് എന്ത് ചെയ്യുന്നു, once the end of the tendon is anchored and other is tension. In some cases the tensioning can be performed either side and anchorage subsequently.
എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരെൻഡിനെ പിടിച്ചു വെച്ചിട്ട് മറ്റേ എൻഡിൽ മാത്രം നമുക്ക് എന്ത് കൊടുക്കാം, ടെൻഷൻ കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും ടെൻഷൻ നമുക്ക് പാരലൽ ആയിട്ട് കൊടുത്തതിന് ശേഷം ആങ്കറേജ് ചെയ്ത് വെക്കാം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രീ സ്ട്രെസ്സിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് എക്യുപ്മെൻറ്റ്സ് ആണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ട്, എന്താണ് എങ്ങനെയാണെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ കുറച്ചുകൂടെ ക്ലിയർ ആവുള്ളൂ. ഇപ്പം ഇതിനകത്തൂടെയാണ് ആ മെറ്റൽസ് അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ചെറിയ പ്രീ സ്ട്രെസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന വയേഴ്സ് ഉണ്ടല്ലോ, തിൻ വയേഴ്സ്, ആ വയേഴ്സ് ഈ ഹോളിനകത്തൂടെയാണ് പാസ് ചെയ്ത് വിടുന്നത്. ഇതാ ഇതിനെ പുറത്ത് വെച്ചിട്ടാണ് ഇതിന് ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ചിട്ട് പ്രീ സ്ട്രെസ് ചെയ്യുന്നത്. ഇത് സൈറ്റിൽ കാണിച്ചിട്ടുള്ള ഫിഗേഴ്സാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു ഡക്റ്റ് ഉണ്ട്, ആ ഡക്റ്റിനകത്തൂടെ വയേഴ്സ് പുറത്തേക്ക് കിടപ്പുണ്ട്. അപ്പം ഈ വയേഴ്സിനെ ആയിരിക്കും ഇപ്പോൾ പ്രീ ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇതെന്ത് ചെയ്ത് വെച്ചേക്കാണ്, ഇനിഷ്യൽ സ്ട്രെസ് കൊടുത്ത് വെച്ചേക്കുക, ഇനി അത് റിലീസ് ചെയ്ത് ആങ്കറിങ് ചെയ്ത് വെച്ചാൽ മതി. അതല്ല പോസ്റ്റ് ടെൻഷനിങ് ആണെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് ക്യൂബ് കാസ്റ്റ് ചെയ്തതിന് മുന്നേ തന്നെ ഇതിനകത്തൂടെ വയേഴ്സിനെ വിടും. എന്നിട്ട് കംപ്ലീറ്റ് കാസ്റ്റിങ്ങും അത് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്തതിന് ശേഷം ഇതിനെ പിടിച്ച് വലിക്കും, ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ചിട്ട് ആ സ്ട്രെസ് വലിക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു ഇനീഷ്യൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് ടെൻഷൻ ആയതുകൊണ്ടാണ് ഞാൻ വലിച്ചു എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ഫോഴ്സ് കൊടുക്കുമ്പം ആ ഒരു സ്ട്രെസ് അതിനകത്തേക്ക് ആ സ്റ്റീൽ വയേഴ്സിനകത്തേക്ക് ഇൻഡ്യൂസ്ഡ് ആകും. സോ അതിനുശേഷം പിന്നെ എന്ത് ചെയ്യുക, ഇതിനെ കട്ട് ചെയ്ത് ആങ്കർ ചെയ്ത് വയ്ക്കുക. മുന്നേ നമ്മൾ തൊട്ട് മുന്നേ കാണിച്ച ഫിഗർ അതുകൊണ്ട് ഇങ്ങനെ ഒരു എക്യുപ്മെൻ്റ് ഉണ്ടായിരുന്നു. സോ ആ എക്യുപ്മെൻ്റ് വെച്ചിട്ടൊക്കെയാണ് പിടിച്ച് പുറത്തേക്ക് ആ സ്ട്രെസ് കൊടുക്കുന്നത്. ഇതാണ്ടേ ഇവിടെ കണ്ടോ വയേഴ്സ് ഉണ്ട്, ഈ വയേഴ്സിനെ ഇതിനകത്തൂടെ കണക്ട് ചെയ്തതിന് ശേഷമാണ് ആ ടെൻഷൻ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ഹാർഡൻ കോൺക്രീറ്റ് ആണ്. അപ്പോൾ ഹാർഡൻ കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ അതായത് ഇപ്പോൾ പറഞ്ഞു പോസ്റ്റ് ടെൻഷനിങ് ആണെങ്കിലും പ്രീ ടെൻഷനിങ് ആണെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് മിക്സ് എന്ന് പറയുന്നത് അത് ഹാർഡൻ ആകുന്ന കേസ് വരെ ഉണ്ട്. ആദ്യത്തെ കേസ് ആണെന്നുണ്ടെങ്കിൽ പ്രീ ടെൻഷനിങ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം പ്രീ സ്ട്രെസ് ചെയ്തതിന് ശേഷം കോൺക്രീറ്റ് പോർ ചെയ്തിട്ട് അത് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്തതിന് ശേഷം മാത്രമാണ് അത് റിലീസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ പ്രീ ടെൻഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യണം. ഓക്കെ, അപ്പം ഈ ഹാർഡൻ ആയിട്ടുള്ള കോൺക്രീറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഇന്നത്തെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ നമ്മൾ സാധാ കോൺക്രീറ്റിന് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. എന്തൊക്കെയാണ്? സിമെൻറ്റ്, അഗ്രിഗേറ്റിനകത്ത് തന്നെ കോഴ്സ് അഗ്രിഗേറ്റും ഉണ്ട്, ഫൈൻ അഗ്രിഗേറ്റും ഉണ്ട്. അതേപോലെ തന്നെ പിന്നെന്താണ്, വാട്ടർ. അപ്പം ഇതെല്ലാം ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇനി എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഹാർഡൻ കോൺക്രീറ്റ് നോക്കാം. ഹൈ സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി, സ്റ്റിഫ്നെസ്, മിനിമം ഷ്രിങ്കേജ് ആൻഡ് ക്രീപ്പ്. അപ്പം ഹാർഡൻ ആയിട്ടുള്ള കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഇതൊക്കെ. ഹൈ സ്ട്രെങ്ത്, മാക്സിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഈ 60 മെഗാപാസ്കൽ ആണ്. The minimum grade of concrete for pre-stressed application as follows. 30 megapascal ഉണ്ടായിരിക്കണം. അത് പോസ്റ്റ് ടെൻഷൻ മെമ്പേഴ്സിനാണെന്നുണ്ടെങ്കിൽ 40 മെഗാപാസ്കൽ ആയിരിക്കണം ഫോർ പ്രീ-സ്ട്രെസ്ഡ് മെമ്പേഴ്സ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രെങ്ത്, നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മിക്സ് ഓഫ് ആ ഗ്രേഡ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഗ്രേഡ് ആണ്, അതിൻ്റെ സ്ട്രെങ്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് സ്റ്റിഫ്നെസ് ഓഫ് കോൺക്രീറ്റ്. ദ സ്റ്റിഫ്നെസ് ഓഫ് കോൺക്രീറ്റ് ഈസ് റിക്വയർഡ് ടു എസ്റ്റിമേറ്റ് ദ ഡിഫ്ലക്ഷൻ ഓഫ് മെമ്പേഴ്സ്. ദ സ്റ്റിഫ്നെസ് ഇസ് ഗിവൺ ബൈ ദി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇപ്പം അത്യാവശ്യം അതിനകത്ത് സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു റേഞ്ച് ഒന്നും അല്ല പറയുന്നത്. സ്റ്റിഫ്നെസ് എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡിഫ്ലക്ഷൻ ഓഫ് മെമ്പേഴ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ അത് അത്യാവശ്യം സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കണം. പിന്നെ ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്, ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ഈസ് എ വൈറ്റൽ ഇമ്പോർട്ടൻസ് റിഗാർഡിംഗ് ദ ലൈഫ് സൈക്കിൾ കോസ്റ്റ് ഓഫ് ദി സ്ട്രക്ചർ. ദ ലൈഫ് സൈക്കിൾ കോസ്റ്റ് ഇൻക്ലൂഡ് നോട്ട് ഓൺലി ദ ഇനിഷ്യൽ കോസ്റ്റ് ഓഫ് ദി മെറ്റീരിയൽ ആൻഡ് ലേബർ ബട്ട് ഓൾസോ ദ കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ. ഡ്യൂറബിലിറ്റി ഉണ്ടായിരിക്കണമെന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം സാധാരണ ഒരു കൺവെൻഷണൽ കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലൈഫ് സ്പാൻ അച്ചീവ് ചെയ്യുന്നത് വരെ നമ്മളതിനെ കെയർ ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടതായിട്ടുണ്ട്. സോ അതേപോലെ തന്നെയാണ് പ്രീ സ്ട്രെസ്സിങ് ആണ്. അപ്പോൾ പ്രീ സ്ട്രെസ്സിങ് ആകുമ്പോൾ സാധാരണ ഒരു കൺവെൻഷണൽ കോൺക്രീറ്റിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് പറയുകയാണ്. സോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ
അതിന് ഡ്യൂറബിലിറ്റി അഷ്യൂർ ചെയ്യണമല്ലോ, സാധാരണ ഒരു കൺവെൻഷണൽ കോൺക്രീറ്റിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ. അപ്പം അതിൻ്റെ ഡ്യൂറബിലിറ്റി ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ലൈഫ് സ്പാൻ വരെ അത് മാക്സിമം സ്ട്രെങ്തിൽ നിൽക്കാനായിട്ട് പറ്റണം. നെക്സ്റ്റ് ക്രീപ്പ്. അപ്പോൾ ക്രീപ്പിൻ്റെ കേസ് പറയുന്നത് ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് ഇസ് ഡിഫൈൻ ആസ് ദ ഇൻക്രീസ് ഇൻ ഡിഫോർമേഷൻ വിത്ത് ദി ടൈം അണ്ടർ കോൺസ്റ്റൻറ്റ് ലോഡ്. കോൺസ്റ്റൻ്റ് ആയിട്ട് ലോഡ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിഫോർമേഷൻ്റെ ഇൻക്രീസ് ആണ് ക്രീപ്പ് എന്ന് പറയുന്നത്. Due to the creep of concrete, the pre-stress in the tendon is reduced with the time. അപ്പം ഈ ഒരു ക്രീപ്പ് ഉണ്ടാകുന്നത് കാരണം pre-stress in the ടെൻഡനകത്ത് കൊടുത്തിട്ടുള്ള സ്ട്രെസ് ഇത് റെഡ്യൂസ് ചെയ്യും വിത്ത് ടൈം ആണ്. അപ്പോൾ ലോഡ് കൊടുക്കുന്നതനുസരിച്ചിട്ട് ഡീഫോർമേഷൻസ് ഇതിനകത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് പ്രീസ്ട്രെസ് ചെയ്ത് വെച്ചിരിക്കുന്ന ലോഡ് എന്ത് ചെയ്യും, ടൈമിനനുസരിച്ചിട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ക്രീപ്പ് ഒക്വർ ചെയ്യുന്നത് രണ്ട് കേസസ് ആണ്, ടു കോസസ്, ഡ്യൂ ടു രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഫസ്റ്റ് വൺ പറയുന്നത് റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ഹൈഡ്രേറ്റഡ് സിമെൻറ്റ് പേസ്റ്റ്. ഓക്കെ, എസ്പെഷ്യലി ഇൻ ലെയേർഡ് പ്രോഡക്റ്റ്. അതായത് ഇപ്പം ഏതെങ്കിലും ടൈപ്പ് നമ്മൾ കോൺക്രീറ്റ് ലെയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കേസാണെങ്കിൽ അവിടെ ഹൈഡ്രേറ്റഡ് സിമെൻറ്റ് പേസ്റ്റിൻ്റെ റീഅറേഞ്ച്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ ക്രീപ്പ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ്, എക്സ്പൾഷൻ ഓഫ് വാട്ടർ ഫ്രം വോയിഡ്സ് അണ്ടർ ലോഡ്. വാട്ടർ പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് വരുന്നത് ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് ആണ്. ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വോളിയം റെഡ്യൂസിങ് ആണ്. ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് ഇസ് ഡിഫൈൻ ആസ് ദി കോൺട്രാക്ഷൻ ഡ്യൂ ടു ദ ലോസ് ഓഫ് മോയ്സ്ചർ ലോസ് ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന കോൺട്രാക്ഷൻ. ദ സ്റ്റഡി ഓഫ് ഷ്രിങ്കേജ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റിൻ്റെ കേസിൽ. അത് ഉണ്ടാകുന്നതിനുള്ള റീസൺസ് കഴിഞ്ഞാൽ ലോസ് ഓഫ് വാട്ടർ ഫ്രം ദി വോയിഡ്സ് ആൻഡ് റിഡക്ഷൻ ഓഫ് വോളിയം ഡ്യൂറിങ് ദി കാർബണേഷൻ. നെക്സ്റ്റ് പറയുന്നത് ഗ്രൗട്ട്. ഗ്രൗട്ട് ഈസ് എ മിക്സ്ചർ ഓഫ് വാട്ടർ, സിമെൻറ്റ് ആൻഡ് ഓപ്ഷണൽ ലൈക്ക് മെറ്റീരിയൽ, സാൻഡ്, വാട്ടർ റെഡ്യൂസിങ് മിക്സ്ചർ, എക്സ്പാൻഷൻ ഏജൻറ്റ് ആൻഡ് പൊസിലോണാസ്. ദ വാട്ടർ ടു സിമെൻറ്റ് റേഷ്യോ ഈസ് അറൌണ്ട് 0.5. ഫൈൻ സാൻഡ് ഈസ് യൂസ്ഡ് ടു അവോയ്ഡ് ദി സെഗ്രിഗേഷൻ. നമ്മൾ ഇതിൻ്റെ ഗ്രൗട്ട് മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രൗട്ട് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് ഏത് ടൈപ്പുള്ള ഓപ്ഷണൽ മെറ്റീരിയൽസും യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.5 ആണെന്നുണ്ടെങ്കിൽ 0.5 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ സാൻഡ് തന്നെ യൂസ് ചെയ്യാം, സെഗ്രിഗേഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതതിൻ്റെ ഒരു സ്ട്രക്ചറാണ് കാണിച്ചേക്കുന്നത്. കോൺക്രീറ്റ് മിക്സ്, ഡക്റ്റ്, അതേപോലെ തന്നെ സ്ട്രാൻഡ്സ്, അതിനകത്തുള്ള ഗ്രൗട്ട്. സ്ട്രാൻഡ്സിനുള്ളിലാണ് നമുക്ക് ഈ ഗ്രൗട്ടിൻ്റെ ആവശ്യകത. ഡക്റ്റിന് പുറത്താണ് കോൺക്രീറ്റ്. അതായത് നിങ്ങൾ വിചാരിക്കരുത് ഡക്റ്റിൽ ഈ സാധനങ്ങൾ, അതായത് ഈ സ്ട്രാൻഡ്സ് കടത്തി വിടുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നു, ചുമ്മാ അങ്ങനെ വെച്ചേക്കല്ല. സോ അത് ഗ്രൗട്ട് വെച്ചിട്ടാണ് ഫില്ല് ചെയ്തേക്കുന്നത്. ഈ ഒരു ഫിഗറിനകത്തുനിന്ന് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നത് നമ്മൾ ഗ്രൗട്ട് യൂസ് ചെയ്യുമ്പോൾ ഗ്രൗട്ടിനുണ്ടാകുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. ഒന്ന്, ഫ്ലൂയിഡിറ്റി, മിനിമം ബെഡിങ് ആൻഡ് സെഗ്രിഗേഷൻ, ലോ ഷ്രിങ്കേജ്, അഡിക്വേറ്റ് സ്ട്രെങ്ത് ആഫ്റ്റർ ഹാർഡനിങ്, നോ ഡിട്രിമെൻ്റൽ കോമ്പൗണ്ട്സ്, ഡ്യൂറബിൾ. ഓക്കെ, സാധാരണ ഒരു ഗ്രൗട്ടിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതിൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ലോസ് ആയി പോകുന്നു അതിനെയെല്ലാം ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടീസ് ഗ്രൗട്ടിനുണ്ടായിരിക്കണം. പിന്നെ നമുക്ക് പറയുന്നത് പ്രീസ്ട്രെസ്സിങ് സ്റ്റീലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാധാരണ ഒരു കൺവെൻഷണൽ കോൺക്രീറ്റ് RCC ചെയ്യുന്ന സമയത്ത് നമ്മൾ റീഇൻഫോഴ്സിങ് ബാർ 12 mm, 16 mm, 80 mm നമുക്ക് പലതരത്തിലുള്ള ഡയമീറ്റർ ഓഫ് ബാർസ് അവൈലബിൾ ആണ്. സോ ആ ബാർ കൊണ്ട് പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, സ്ട്രാൻഡ്സ് ആണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഇൻവെൻഷൻ ഓഫ് ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ മാത്രമേ പ്രീസ്ട്രെസ്സിങ്ങിന് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇറ്റ് ഈസ് ആൻ അലോയ് ഓഫ് അയൺ, കാർബൺ, മാംഗനീസ് ആൻഡ് ഓപ്ഷണൽ മെറ്റീരിയൽസ്. In addition to pre-stressing steel, conventional non-pre-stressed reinforcement is used for the flexural capacity, shear capacity, temperature and shrinkage requirement. അതായത് pre-stressing steel അല്ലാതെ നമുക്ക് നോൺ പ്രീസ്ട്രെസ്ഡ് റീഇൻഫോഴ്സ്മെൻറ്റും യൂസ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്ലക്ചറൽ കപ്പാസിറ്റി, ഷിയർ കപ്പാസിറ്റി, ടെമ്പറേച്ചർ ആൻഡ് ഷ്രിങ്കേജ് റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട്. അപ്പം സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നാണ് പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വയേഴ്സ് ആണ്. ഓക്കെ, the pre-stressing wires is a single unit made up of steel. The nominal diameter of wires എന്ന് പറയുന്നത് 2.5 mm ആണല്ലോ. 3, 4, 5, 7 and 8 mm.
അപ്പം അത് രണ്ട് ടൈപ്പിലുണ്ട്. ഒന്ന് പ്ലെയിൻ വയേഴ്സും ഉണ്ട്, ഒന്ന് ഇൻറ്റൻഡഡ് വയേഴ്സ്. പ്ലെയിൻ വയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് ഇൻഡൻറ്റേഷൻ മാർക്കൊന്നും കാണത്തില്ല. പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തുണ്ടാകും, ഒരു സിക്സാഗ് അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പുള്ള ഇൻഡൻറ്റേഷൻ മാർക്സ് അതിൻ്റെ പുറത്തുണ്ടാകും. സ്ട്രാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫ്യൂ വയേഴ്സ് ആർ സ്പോൺ ടുഗദർ ഇൻ എ ഹെലിക്കൽ ഫോം ടു ഫോം എ പ്രീസ്ട്രസിങ് സ്ട്രാൻഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ട് മുന്നേ പറഞ്ഞ വയേഴ്സ് ഉണ്ടല്ലോ, ഒന്നിലധികം വയേഴ്സുകൾ കൂട്ടിച്ചേർത്ത് നമ്മൾ എന്താണ് ഒരു ഹെലിക്കൽ ഫോർമാറ്റിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, സോ നമ്മളിങ്ങനെ എന്താണ് ഹെലിക്കൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചുരുട്ടുക, ഒന്നിലധികം വയേഴ്സ് എടുത്ത് വെച്ച് ചുരുട്ടി വെക്കുക. സോ അതിനെ എന്താണ് സ്ട്രാൻഡ്സ് എന്നാണ് പറയുന്നത്. 2 വയർ സ്ട്രാൻഡ്സ് ഉണ്ട്, 3 വയർ സ്ട്രാൻഡ്സ് ഉണ്ട്, 7 വയേഴ്സ് ഉണ്ട്. 2 വയേഴ്സ് ആകുമ്പോൾ രണ്ട് എന്താണ് വയേഴ്സ് ആയിരിക്കും. 3 ആണെന്നുണ്ടെങ്കിൽ 3 വയേഴ്സ് ആയിരിക്കും. 7 വയേഴ്സ് ആകുമ്പോൾ 7 വയേഴ്സ് ആയിരിക്കും. ടെൻഡൻ എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് സ്ട്രാൻഡ്സ് ഓഫ് വയേഴ്സ് ആർ പ്ലേസ്ഡ് ടുഗദർ ടു ഫോം എ പ്രീസ്ട്രസിങ് ടെൻഡൻ. അപ്പം സ്ട്രാൻഡ്സ് കൂട്ടിച്ചേർത്തിട്ടാണ് ടെൻഡൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുന്നത് പോസ്റ്റ് ടെൻഷൻ മെമ്പേഴ്സിനകത്തായിരിക്കും. കേബിൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ടെൻഡൻ ഫോം എ പ്രീസ്ട്രസിങ് കേബിൾ. ടെൻഡൻ കൂട്ടിച്ചേർത്തത് ആണ് കേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ബ്രിഡ്ജസിൻ്റെയൊക്കെ കേസിലാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം വയേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും ചെറുത് വയേഴ്സാണ്. വയേഴ്സ് കൂട്ടിച്ചേർത്ത് സ്ട്രാൻഡ്സ് കൂട്ടിച്ചേർത്ത് ടെൻഡൻസ് കൂട്ടിച്ചേർത്തിട്ട് കേബിൾസ്. ബാർസ് യൂസ് ചെയ്യാറുണ്ട്. ദ ടെൻഡൻ ക്യാൻ ബി മെയ്ഡ് അപ്പ് ഓഫ് എ സിംഗിൾ സ്റ്റീൽ ബാർ. ടെൻഡൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു സിംഗിൾ ബാറായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ദ ഡയമീറ്റർ ഓഫ് ബാർ മച്ച് ലാർജർ ദാൻ ദാറ്റ് ഓഫ് ദി വയർ. ബാർസ് ആർ അവൈലബിൾ എന്ന് പറയുന്നത് 10, 12, 16, 20, 22, 25, 28, 32. ഇതെന്ന് പറയുന്നത് നോൺ പ്രീസ്ട്രസിങ് റീഇൻഫോഴ്സ്മെൻറ്റും യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. സോ ആ ഒരു കേസാണ് ഇവിടെ ബാറായിട്ട് എടുക്കുന്നത്. നമ്മളെപ്പോഴും പ്രീസ്ട്രസിങ്ങിന് നമ്മളെപ്പോഴും കൊടുക്കുന്നത് ചെറിയ വയേഴ്സ് കോൺഡ്യൂട്ടിന് അതോടെ പ്രൊവൈഡ് ചെയ്യുകയാണ്. സോ അത് നമുക്ക് ഈ ഒരു ബാർസും സിംഗിൾ ബാറും പ്രൊവൈഡ് ചെയ്യാം. അതിനകത്ത് പ്രീസ്ട്രസിങ്ങിനകത്ത് സിംഗിൾ ബാർസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. സോ മെയിനായിട്ട് ഇതിനകത്ത് ആവശ്യമുള്ളത് എന്താണ് പ്രീസ്ട്രസിങ്, എന്താണ് പോസ്റ്റ് ടെൻഷനിങ്, പിന്നെ എന്താണ് പിന്നെ ഈ ഗ്രൗട്ട്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഹാർഡ് ആൻഡ് കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസ്. ആ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ മെയിനായിട്ട് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ സംഭവങ്ങൾ അനലൈസ് ചെയ്യുന്നത്, അതാണ് ഇമ്പോർട്ടൻസ്. ഇതിൻ്റെ തിയറി പോർഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതാൻ വേണ്ടി മാത്രമേ തിയറി ആവശ്യമുള്ളൂ. അപ്പോൾ എന്താണ് പ്രീസ്ട്രസിങ്, പോസ്റ്റ് ടെൻഷനിങ്, പിന്നെ എന്താണ് സാധാരണ എല്ലാ മെറ്റീരിയൽസും അതിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് പ്രീസ്ട്രസിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടെൻഷൻ കൊടുക്കുന്ന വയേഴ്സിൻ്റെ ഡിഫറൻസ് ആണ്. ടാൻസ്, ടെൻഡൻസ് അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പം ഈ ഓരോന്നും എന്താണ് വയർ, സ്ട്രാൻഡ്സ്, ടെൻഡന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അത് കോൺഡ്യൂട്ടിനകത്തൂടെ അത് പ്രൊവൈഡ് ചെയ്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ടെൻഷൻ അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു ഇനിഷ്യൽ സ്ട്രെസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ റീഇൻഫോഴ്സ്മെൻറ്റ് ബാർസ് വെച്ചിട്ട് ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഈ സാധാരണ റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ 12 mm. ഈ 12 mm എന്ന് പറയുന്നത് ചിലപ്പോൾ ചെറിയ ചെറിയ സ്ട്രാൻഡ്സുകൾ എന്ത് ചെയ്തിട്ടായിരിക്കും, ചുരുട്ടി വെച്ചിട്ടായിരിക്കും അതുണ്ടാകുന്നത്, ആ ഒരു സൈസിലേക്ക് മാറുന്നത്. അപ്പം നമുക്ക് കാണുമ്പോൾ ചെറിയ വയറായിട്ടായിരിക്കത്തില്ല, ഇതിനെല്ലാം ഇങ്ങനെ എന്ത് ചെയ്ത് കമ്പൈൻ ചെയ്ത് മിക്സപ്പ് ചെയ്തിട്ട് ഒരു വലിയ ഡയമീറ്റർ സാധനമായിട്ടോ ഡയമീറ്റർ ഓഫ് ബാർ ആക്കി ഉണ്ടാക്കിയെടുക്കുന്നിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിതിൻ്റെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.